അപ്പോൾ ഈ ചാക്കോ വെച്ച അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സാണ്. പ്രത്യേകിച്ചും അദ്ദേഹം അസുഖമൊക്കെ ആയിട്ട് സ്ട്രോക്കൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്നു. അതെ. അപ്പോൾ ചാക്കോ വെച്ചൻ പറഞ്ഞു അതൊന്നും മാറ്റി പിടിക്കാൻ പറ്റുമെന്ന്. കഥ തന്നെ കഥ അയ്യോ നമ്മുടെ സ്വപ്നമാണ്. നമ്മൾ വെട്ടിലായി. അത് മുകേഷ് ഏട്ടന് ഈ വിവാഹിതനായിട്ട് ചെയ്യാനുള്ള മടി അന്നുണ്ട്. പുള്ളി കഥ ഇറക്കിയതാ. അല്ല ആയിക്കോട്ടെ. പക്ഷേ അത്രയും സെൻറ്റിമെൻ്റലായിട്ട് ചെയ്യേണ്ട അതുകൊണ്ട് അതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ അത് പറ്റില്ല. ഞാൻ ഈ അന്നും ചില കാര്യത്തിൽ ബോൾഡാണ്. 10-35 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്വന്തമായിട്ടൊരു പടം കൈ കിട്ടുകയാണ്. അതും നല്ല 2 സ്റ്റാർ മുകേഷും കുഞ്ചാക്കോവും. എന്തുവായിരുന്നു അതിൻ്റെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയായിരുന്നു പ്രോജക്റ്റ് കിട്ടുന്നത്? എങ്ങനെയായിരുന്നു അത്? നമ്മുടെ ജൂനിയർ സീനിയർ ദോസ്ത് എന്ന് പറയുന്ന സിനിമ അടക്കമാണ് നമ്മൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അന്നൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. 2 പേർക്കും ഇപ്പം മുകേഷ് ഏട്ടനും ചാക്കോച്ചനും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള 2 കഥകളായിരുന്നു. അപ്പോൾ നമ്മൾ കഥ ഡെവലപ്പ് ചെയ്തു. നമ്മൾ ആലുവ പാലസിലിരുന്നതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. രാജൻ ഗിരിയത്തായിരുന്നു, അദ്ദേഹം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എഴുതി വന്നപ്പോൾ നമ്മൾ ഫൈനൽ അന്ന് കുഞ്ചാക്കോവിൻ്റെ അച്ഛനോടൊന്ന് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ചും പടം കണ്ടതിന് മുമ്പ് അദ്ദേഹം ചെറിയ സ്ട്രോക്കൊക്കെ വന്നു, വീട്ടിൽ റെസ്റ്റിലായിരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ്. ഇവരൊക്കെ കഥ പറഞ്ഞില്ലായിരുന്നോ? കഥ പറഞ്ഞു. മുകേഷ് ഏട്ടനോട് പറഞ്ഞു, ചാക്കോച്ചനോട് പറഞ്ഞു, മറ്റൊരു മെയിൻ അവരാണല്ലോ, പിന്നെ മീനാക്ഷി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ഹീറോ എന്ന നിലയിൽ ഇപ്പോൾ മുകേഷ് ഏട്ടൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഹീറോ നമ്മുടെ ചാക്കോച്ചനാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ വീട്ടിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഈ കഥ പറഞ്ഞു. ചടങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെന്ന് അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ അദ്ദേഹം എന്ത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മൂഡ്, ഇപ്പോൾ നമ്മൾ കഥയെന്ന് പറയുന്നത് ഒരാൾ കേൾക്കുന്ന മൂഡാണ്. നമുക്ക് ഓക്കെ ആയിരുന്ന കഥ ഓക്കെ പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹത്തിന് കഥ എന്തോ ഒരു ചെറിയ താല്പര്യക്കുറവ് തോന്നി. അപ്പോഴൊന്നും പറഞ്ഞില്ല. നമ്മൾ പോയി അപ്പോൾ ഈ ചാക്കോ വെച്ച അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സാണ്. പ്രത്യേകിച്ചും അദ്ദേഹം അസുഖമൊക്കെ ആയിട്ട് സ്ട്രോക്കൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്നു. അതെ. അപ്പോൾ ചാക്കോ വെച്ചൻ പറഞ്ഞു അതൊന്നും മാറ്റി പിടിക്കാൻ പറ്റുമെന്ന്. കഥ തന്നെ കഥ. അയ്യോ നമ്മുടെ സ്വപ്നമാണ്. നമ്മൾ വെട്ടിലായി. കാര്യം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് എല്ലാം റെഡിയാണ്. മീനാക്ഷി, മറ്റ് സെക്കൻഡ് ഹീറോയിൻ മുകേഷ് ഏട്ടൻ, ഹരിശേഷം, സലിം കുമാർ, എല്ലാവരും, CI പോള്. പക്ഷേ അച്ഛൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ പടം മുന്നോട്ട് പോകാൻ ചാക്കോച്ചനും മനസ്സിലായി. ചാക്കോച്ചനും ഭയങ്കര ഈ ദൈവവിശ്വാസിയും ഓവർ സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ നമുക്ക് ആ കഥ മാറ്റേണ്ടി വന്നു. കഥ മാറ്റി. അങ്ങനെയാണ് ജൂനിയർ സീനിയറിലേക്ക് എത്തിയത്. ആദ്യത്തെ കഥ നല്ലതായിരുന്നോ? എനിക്ക് തോന്നുന്നു അതിനൊരു നോവൽറ്റി ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ ആലോചിച്ച കഥയ്ക്ക്. പക്ഷേ പെട്ടെന്ന് കഥ മാറ്റി, ഒരാഴ്ച കൊണ്ട് കഥ മാറ്റേണ്ടി വന്നുകൊണ്ട് നമുക്കൊരു കഥ വേറെ കഥയിൽ നിന്നും അതിൻ്റെ ഒരു സ്റ്റോറി ഐഡിയ എടുക്കേണ്ടി വന്നു. കുഞ്ചാക്കോ വേണ്ടി മാത്രം കഥ മാറ്റിയില്ല, കുഞ്ചാക്കോയുടെ അച്ഛന് വേണ്ടി. അങ്ങനെയല്ല, അതൊരു കുറ്റപ്പെടുത്തേണ്ട ഇതല്ല. പക്ഷെ നമ്മുടെ കഥ ഡിസ്കസ് ചെയ്ത് എന്ന് വെച്ചാൽ 2 പേരും ബാച്ചിലേഴ്സായിരുന്നു. ചാക്കോച്ചനും ബാച്ചിലറാണ്, മുകേഷ് ഏട്ടനും ബാച്ചിലർ. അങ്ങനെ 2 ബാച്ചിലറുടെ കഥയാണ്. അപ്പോൾ ആ ഒരു കഥയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാനിരുന്നത്. പക്ഷേ ഈ ചാക്കോച്ചൻ്റെ അച്ഛൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ അതിൽ ഉറച്ചു നിൽക്കുകയും അതൊരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ഇഷ്യൂ ആണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ നമുക്കതിൽ നിന്ന് മാറാനും പറ്റാതെ. കാര്യം ചാക്കോച്ചനാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അങ്ങനെ നമ്മൾ ഒരാഴ്ച പൂർണ്ണമായിട്ട് എഴുതുകയാണോ? എഴുതിയ ഏകദേശം ഓൾമോസ്റ്റ്. നമ്മളിപ്പോൾ രാജൻഗിരിയെ സംബന്ധിച്ചോളം ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ആവശ്യം. നമ്മൾക്കൊരു കഥ എവിടെ തുടങ്ങുന്നു, എങ്ങനെ വരുന്നു, എങ്ങനെ എൻഡ് ചെയ്യുന്നു. പിന്നെ ഡയലോഗ്സൊക്കെ നമുക്ക് ഓൺ സ്പോട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം ഏകദേശം ഓൾമോസ്റ്റ് കഥയുണ്ട്. പിന്നെ അതിനകത്ത് മോഡിഫിക്കേഷനും കറക്ഷനും അത് പൊളിച്ചെഴുത്തുമൊക്കെ ഉണ്ടല്ലോ സിനിമയ്ക്കകത്ത്. അങ്ങനെ നമ്മൾ കഥ മാറ്റിയാണ് ജൂനിയർ സീനിയർ എന്ന കഥ. അത് ആരുടെ കഥയായിരുന്നു? അത് ആദ്യത്തെ ഒരു ഹിന്ദി പടത്തിൻ്റെ ഒരു ആദ്യം നിന്നൊരു ക്ലോസ് എടുത്ത് ഒരു സിനിമ നടക്കാൻ വേണ്ടി മാത്രം. കാര്യം ഈ 3-4 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു പാക്കിംഗ് ഉണ്ടാക്കുന്നില്ല, പാക്കിങ്ങിലേക്ക് വേറെ സാധനം നിറയ്ക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളൊരു ഇതുണ്ട്, ഇന്ത്യൻ ആർട്ടിസ്റ്റ് ചാക്കോച്ചനുണ്ട്, മുകേഷ് ഏട്ടനുണ്ട്, ഹരിശേഷമുണ്ട്, സലിം കുമാറുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് ഇവരെയൊക്കെ കോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹീറോയിനാണ്. കോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അതാണ് ജൂനിയർ സീനിയർ. അതുകൊണ്ടാണ് നമ്മളന്ന് ലവ് ആൻഡ് ലാഫ്, ആദ്യത്തെ കൺസെപ്റ്റ് അതല്ലായിരുന്നു. ഒരു ഹ്യൂമറിനും പ്രേമത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലവ് ആൻഡ് ലാഫിലേക്ക്. പക്ഷേ അത് എന്തുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ രാജൻഗിരിത്തിൻ്റെ മിടുക്കാണ്. ഈ കഥ വീണ്ടും പോയി കുഞ്ചാക്കോൻ്റെ അച്ഛനോട് വായിച്ച് കേൾപ്പിച്ചില്ല. അത് വേണ്ടായിരുന്നു. ഇത് മാറ്റിയപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന ചോദ്യത്തിനുള്ള പ്രസക്തി
അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല, ചാക്കോച്ചനോട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു അതൊരു സെൻറ്റിമെൻ്റലാണ്. അങ്ങനത്തെ സംഭവം അങ്ങനെയാണ് അത്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത സബ്ജക്റ്റ് അല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം അതൊരു 6 മാസത്തെ 1 വർഷത്തെ ഡിസ്കഷനോടെ വന്ന കഥയായിരുന്നു. അപ്പോൾ പിന്നെ അതിന് എന്നാൽ അതുമായിട്ട് ചെറിയൊരു മാച്ചിങ്ങുള്ള എന്നാൽ ആ ബേസിക് കഥയായിട്ട് മാറ്റമുള്ളൊരു കഥ നമുക്ക് ചെയ്യേണ്ടി വന്നു. ഇതാണ് അത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊന്നും പറയാതെ തുടങ്ങി. പിന്നെ അത് ഇത് മാറ്റിയപ്പോൾ അപ്പോൾ പറഞ്ഞു, ചാക്കോച്ചനും ഒക്കെ പറഞ്ഞു, പിന്നെ അത് നമുക്ക് ചെയ്യേണ്ടി വന്നു. പറഞ്ഞ സമയത്തുള്ള തുടങ്ങാൻ പറ്റി, പറഞ്ഞ സമയത്ത് തന്നെ പടം തുടങ്ങാൻ പറ്റി. ഇത് പക്ഷേ ഈ രണ്ടാമത്തെ കഥ മാറ്റുന്നത്, ആദ്യത്തെ കഥ മാറ്റുന്നത് മുകേഷിനോട് പറഞ്ഞായിരുന്നോ? മുകേഷ് ഏട്ടനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് സംഭവമുണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഥ മാറി വന്നപ്പോഴത്തേക്ക് മുകേഷ് ഏട്ടൻ വിവാഹിതനും ബാച്ചിലറുമായി, കുഞ്ചാക്കോ ബോവൻ ബാച്ചിലറുമായിരുന്നു. അപ്പോൾ ഈ കഥ നമ്മൾ പറഞ്ഞപ്പോൾ മുകേഷ് ഏട്ടനോട് പറഞ്ഞാണ് സബ്ജക്റ്റ് ഞാൻ ചാക്കോച്ചൻ്റെ അച്ഛന് ഭയങ്കര അതൊരു സെൻറ്റിമെൻ്റാണ്, ചാക്കോച്ചനും അത് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി പിടിക്കുന്നു. നമ്മൾ ഇതാണ് കഥയെന്ന് പറഞ്ഞ് മുകേഷ് ഏട്ടനോട് പറയും. പക്ഷെ പടം ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഇവിടെയായിരുന്നു, മനോരമയുടെ റോഡ് എന്ന് വെച്ചാൽ എറണാകുളത്ത്. അപ്പോൾ ഫസ്റ്റ് സീൻ നമ്മളൊരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് സീൻ എടുക്കാനായിട്ട് അവിടെ വരുമ്പോൾ മുകേഷ് ഏട്ടൻ്റെ കാറ് വന്ന് നിൽക്കുകയാണ്. കാറെല്ലാം ഒരു കാറ് വന്ന് നിൽക്കുന്നു. കാറ് മുമ്പോട്ട് എടുത്തിട്ട് എന്നെ ഇങ്ങനെ കൈകെട്ടി വിളിക്കുന്നു. ഞാൻ ചെന്നു, പുള്ളി എന്നെ വലിച്ചങ്ങ് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ക്രൂ മൊത്തം ചിന്തിച്ചു, ഇത് പുള്ളി ഡയറക്ടർ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അവിടെ ചെന്നിട്ട് മുകേഷ് ഏട്ടൻ വണ്ടി കയറിയിട്ട് പറഞ്ഞു, ശ്രീകണ്ഠ, ഞാൻ ഇന്നലെ ഒരു ജോത്സ്യനെ കണ്ടു, ഒരിക്കലും ഈ സബ്ജക്റ്റ് എന്നെ വിവാഹിതനായ ക്യാരക്ടർ ചെയ്യരുത്, എന്നെ ബാച്ചുലറായിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം. അത് മുകേഷ് ഏട്ടന് ഈ വിവാഹിതനായിട്ട് ചെയ്യാനുള്ള മടി അന്നുണ്ട്. പുള്ളി കഥ ഇറക്കിയതാ. അല്ല ആയിക്കോട്ടെ, പക്ഷേ അത്രയും സെൻറ്റിമെൻ്റലായിട്ട് ചെയ്യേണ്ട, അതുകൊണ്ട് അതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ അത് പറ്റില്ല. ഞാൻ ഈ അന്നും ചില കാര്യത്തിൽ ബോൾഡാണ്. ഈ ബോൾഡായി എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് പലപ്പോഴും തിരിച്ചടിയായിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുകേഷ് ഏട്ടാ അതല്ല, നമ്മൾ ഈ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യപ്പോൾ മുകേഷ് ഏട്ടനോട് പറഞ്ഞു, മുകേഷ് ഏട്ടൻ ഓക്കെ ചെയ്താണ്. ഇനി നമുക്കത് മാറ്റാൻ പറ്റില്ല, കാര്യം നമ്മുടെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ അത് തന്നെ ചെയ്തു. മുകേഷ് ഏട്ടൻ സഹകരിച്ചു. വളരെ സത്യത്തിൽ എൻ്റെ പടത്തിൽ എന്നോട് ഏറ്റവും സഹകരിച്ച നടന്മാരൊരാളാണ് മുകേഷ് ഏട്ടൻ. മാത്രമല്ല ഇത് കണക്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. ഇതിപ്പം എന്ന് വെച്ചാൽ പടം കാണാൻ പടം കഴിഞ്ഞു, നന്നായിട്ട് സഹകരിച്ചു. എന്ത് സാമ്പത്തിക കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിലും ഞാനൊരു പുതുമുഖ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ 3rd അസിസ്റ്റൻറ്റ് 4th അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുളസിദാസിൻ്റെ പടങ്ങളിൽ, എൻ്റെ മാമൻ്റെ പടങ്ങളിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും ലീസ്റ്റ് അസിസ്റ്റൻ്റ് ക്ലാപ്പ് ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല പരിഗണന തന്നിരുന്നു. പക്ഷേ പടം ഡബ് ചെയ്ത് ചിത്രാഞ്ജലിയായിരുന്നു നമ്മൾ ഡബ്ബിങ്. ചിത്രാഞ്ജലിയിൽ ഡബ് ചെയ്യാൻ വന്നത് ജഗദീഷ് ഏട്ടനാണ് ആദ്യം ഡബ് ചെയ്തത്. അപ്പോൾ ഡബ് ചെയ്യാൻ വന്നിട്ട് ഞാൻ മുകേഷ് ഏട്ടനോട് ചോദിച്ചു, മുകേഷ് ഏട്ടാ ഡബ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമല്ലോ നമ്മൾ. ജഗദീഷ് ഏട്ടൻ ഡബ് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞു, ഡേ ജഗദീഷ് വിളിച്ചടേ, നീ നന്നായി ചെയ്തിട്ടുണ്ടാണെന്നല്ലോടെ പറഞ്ഞത്. ജഗദീഷ് ഏട്ടൻ പറഞ്ഞ ആ രീതിയിൽ എന്നോട് സംസാരിച്ചു, നീ നന്നായി ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് ഭയങ്കര കിട്ടിയ ഫസ്റ്റ് അപ്രീഷിയേഷൻ. പടം വന്നില്ല, അതിനു മുമ്പ് ഞാൻ മുകേഷ്. എന്നിട്ട് മുകേഷ് ഏട്ടൻ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്തു, ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഡെന്നിസ് ജോസഫിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഡെന്നിസ് സാറിനെ കാണാനായിട്ട് ഞാൻ ഏറ്റുമാനൂർ പോയി. അപ്പോൾ ഡെന്നിസ് സാറിന് പോയി സബ്ജക്റ്റ് ഞാനൊരു പുതിയൊരു ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പടം ചെയ്യാനായിട്ട്, പടം കഴിഞ്ഞിട്ട് പടം റിലീസായതിന് ശേഷം. അപ്പോൾ അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഡെന്നിസ് സാറിന് പടം റിലീസായതിന് ശേഷം ഇത് വന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഡെന്നിസ് സാർ പറഞ്ഞ സബ്ജക്റ്റുകളൊന്നും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന അല്ലായിരുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ജൂനിയർ സീനിയറിൻ്റെ ഒരു ഇത്. പക്ഷേ മാർക്കറ്റബിൾ ആയിരുന്ന പടം മാർക്കറ്റബിൾ കാര്യം. അന്നൊരു 24 ദിവസത്തോളം 21 ദിവസം പല തിയേറ്ററുകൾ ഓടി. അജന്തയിൽ തന്നെ 24 ദിവസം ഓടി.